വണ്ടിപ്രാന്തന്മാർ എന്ന് കേൾക്കുമ്പോൾ തന്നെ കേരള ജനതയുടെ മനസ്സിലേക്ക് വരുന്ന ഒരു പിക്ചർ ഉണ്ട്. രക്ഷകർ എന്നൊരു പിക്ചറാണ് മനസ്സിലേക്ക് വരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ വണ്ടിപ്രാന്തന്മാരുടെ അവസ്ഥ കൂടി കണക്കാക്കുമ്പോൾ എങ്ങനെയാണ് തോന്നുന്നത്, അല്ലെങ്കിൽ എന്താണ് അവരെ പറ്റി പറയാനുള്ളത്? അതായത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വണ്ടിപ്രാന്തന്മാരെ ശരിക്കും വില നമുക്ക് മനസ്സിലാവുന്നത് 2018 തൊട്ടാണ്. 18 ഒരു മഹാപ്രളയം ഉണ്ടായ സമയത്ത് പലവരും, ഇപ്പൊ വണ്ടിപ്രാന്തന്മാർ മാത്രമല്ല പലവരും രക്ഷാപ്രവർത്തനം ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിൽ നല്ലൊരു ഭാഗം പങ്ക് വഹിച്ചേക്കുന്നത് ഈ വണ്ടിപ്രാന്തന്മാരാണ്. കാരണം പ്രളയത്തിൽ നമുക്കറിയാം ഈ വെള്ളം പൊങ്ങി മൂടി പോകാൻ പറ്റാത്ത, മനുഷ്യന് സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയിലായി കഴിയുമ്പോൾ ഹെലികോപ്റ്റർ മാർഗവും അതേപോലെ കരമാർഗത്തിൽ പോകാനായിട്ട് അതിന് സജ്ജമായ രീതിയിലുള്ള വണ്ടികൾ വേണം. എന്നാൽ മാത്രമേ നമുക്ക് അതിൽ കൂടി പോകാൻ പറ്റുള്ളൂ. നോർമൽ വണ്ടി കൊണ്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ എഞ്ചിനിലും സൈലൻസറിലൊക്കെ വെള്ളം കയറിയിട്ട് വണ്ടി ഡാമേജ് ആയി പോകും. അപ്പൊ അതിനു വേണ്ടി നിർമ്മിച്ച ഒരു കാറ്റഗറിയാണ് മോഡിഫൈഡ് വെഹിക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിപ്പോ പലവരുടെയും കണ്ണിൽ നമുക്ക് പറയാനാണെങ്കിൽ അതിപ്പോ ഒരു രാജ്യാന്തര കുറ്റമാണ്, ശരിക്കും പറയാം രാജ്യദ്രോഹ കുറ്റമാണ് ശരിക്കും പറയാം. അതെ അതെ അതെ, ഏതാണ്ട് അതേപോലത്തെ ഒരു നിയമമാണ് ഇപ്പൊ വന്നേക്കുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്ക് അത് എന്താണെന്നും അതിന്റെ വില മനസ്സിലാക്കി തന്നതും ആ ഒരു സമയത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ ഈ പറഞ്ഞ പോലെ പുറംകാലം കൊണ്ട് തട്ടി കളഞ്ഞെങ്കിൽ പോലും 2024 നമ്മുടെ മുണ്ടൊക്കെ ഈ ചൂരൽമല ഉണ്ടായിരുന്ന മറ്റൊരു പ്രളയം വന്നിട്ടുണ്ടായല്ലോ, ഉരുളുപൊട്ടല്. അതെ അതെ, ഒരു മഹാമാരി. അതുണ്ടായ സമയത്തും ഇതേപോലെ തന്നെയായിരുന്നു. പലവരുടെയും മനുഷ്യരുടെ അവശിഷ്ടങ്ങൾ, അതായത് ഈ ഡെഡ് ബോഡി ആയിട്ട് പാർട്സ് ആയിട്ട് ചെതറി കിടന്നു വെച്ചാൽ അതെ, ഒരു മല വന്ന് ഇടിച്ചു ഒലിച്ചു പോയതാണ്. അതെ, അതായത് പല ഭാഗത്തായിട്ട് ചിഹ്നം ഭിന്നമായിട്ടായിരുന്നു കിടന്നു വെച്ചത് നമ്മുടെ ഈ അവശിഷ്ടങ്ങളെല്ലാം. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർക്കോ അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിനോ ഒന്നും ചെല്ലാൻ പറ്റാത്ത ഏരിയയിൽ പോലീസ് വരെയും എന്ത് ചെയ്യുമെന്ന് അറിയാൻ പറ്റാതെ നിന്നൊരു ടൈമിലായിരുന്നു ആർമിയുടെ സഹായത്തിന് നമുക്ക് വിളിക്കേണ്ടി വന്നത്. ആർമി വന്നിട്ട് ആർമിക്കും പറ്റണില്ല എന്നും പറഞ്ഞ് ഹെൽപ്പിന് വിളിച്ച ഒരു ടീമാണ് നമ്മളുടെ ഈ വണ്ടിപ്രാന്തന്മാരെന്നുണ്ടെങ്കിൽ. ഇവര് അപ്പോഴും ആദ്യം പുറംകാലം തട്ടി കളഞ്ഞെങ്കിൽ പോലും അതുപോലും മനസ്സ് വെക്കാതെ വകവെക്കാതെ അവര് ഈ ഇറങ്ങിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങളെ രക്ഷിക്കുക, റെസ്ക്യൂ എന്നുള്ള ഒരു ഒറ്റ ചിന്തയിൽ മാത്രമാണ്. അവർക്ക് അതിൽ നിന്ന് ഒരു 10 പൈസയോ അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റോ ആരും കൊടുക്കാൻ പോകുന്നില്ല. അവർക്ക് വരുന്നത് എങ്ങനെ നോക്കിയാലും നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ജീവനേക്കാൾ മേലെ നോക്കുന്ന അവരുടെ വണ്ടി ഈ ചെളിയിലും അതേപോലെ വെള്ളത്തിലും ഇറങ്ങിയിട്ട് അതിന് വരുന്ന പണി, വണ്ടി ചിലപ്പോൾ ടോട്ടൽ ലോസ് പോവാം, ഡാമേജ് ആവാം. ഇതൊന്നും അവരാരുടെ പരാതി പറയാനില്ല, ആരും അവർ സഹായിക്കണമില്ല. അവരെ ചെയ്യുന്നത് കേവലം ഒരു രക്ഷാപ്രവർത്തനം മാത്രമാണ്. അവർ ചെല്ലുന്നു, അവർക്ക് ആർമിക്ക് പറ്റാത്തടുത്ത് അവർ ചെന്ന് ആർമിയെ സഹായിച്ചുകൊണ്ട് അവശിഷ്ടങ്ങൾ, ഡെഡ് ബോഡീസ് ഇതെല്ലാം വണ്ടിയിൽ വാരി തിരിച്ചു കൊണ്ടിരുന്നു. വെള്ളവും മലയും മണ്ണും കുന്നും എല്ലാം താണ്ടി അവരിപ്പുറത്തുകൊണ്ടേ സുരക്ഷിതമായിട്ട് എത്തിക്കുന്നു. പക്ഷേ ഒരു സാഡ് റിയാലിറ്റി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർ അത്രത്തോളം ആത്മാർത്ഥമായിട്ട് നിന്നാൽ പോലും അവരുടെ ആ ഒരു പ്രയത്നം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ MVD ചെയ്യുന്നൊരു പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വന്നേക്കുന്ന വണ്ടിയുടെ ഡീറ്റെയിൽസ്, നമ്പർ പ്ലേറ്റ്, ആ വണ്ടിയുടെ കറണ്ട് കണ്ടീഷൻ, ഏതായിരുന്നു ആ വണ്ടി, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ലിസ്റ്റ് എടുത്തിട്ട് അതിൽ എന്തൊക്കെയാണ് ഓൾട്ടർനേറ്റീവ്സ് ചെയ്തേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം നോക്കി അതിന് ഫൈൻ കൊടുക്കുന്ന ഒരു മനസ്സിന് വിഷമം ഉണ്ടാകുന്ന രീതിയിലൊരു നിയമ നടപടിയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ സഹായിക്കാൻ വരുന്ന ഓരോരോ വണ്ടി നമ്പർ എല്ലാം നോട്ട് ചെയ്ത് ഇതെല്ലാം കഴിഞ്ഞ് അവര് പിഴിഞ്ഞെടുക്കലാണ് പരിപാടി. തീർച്ചയായിട്ടും അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വണ്ടി ഇപ്പൊ നാളെ ഒരിക്കലും പുറത്ത് വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ അന്നേരം ഉണ്ടായിരുന്ന അതുവരെ അവർ സഹായിച്ച എല്ലാം മറന്ന് അവരെ ഒരു ശത്രുവിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യണത് അതേപോലെ ആയിരിക്കുള്ളൂ ഇവരുടെ ഒരു പിടുത്തം. പൊതുസ്ഥലത്ത് വെച്ച് അശ്ലീലമായ വർത്തമാനം പറയുക, അതേപോലെ മോഡിഫിക്കേഷന് വേണ്ടി വണ്ടിക്കിട്ട് ചവിട്ടുക, ടയർ ഊരി മാറ്റുക, മറ്റേത് മാറ്റുക, പൊതുമധ്യത്തിൽ വെച്ച് ഞാൻ പലപ്പോഴും കണ്ടിട്ട് വരേണ്ടത് അങ്ങനെയുള്ളത്. അതേപോലെ സൺഫിലിം പോലും ഇട്ടിട്ടുണ്ടെങ്കിൽ വലിച്ചു പറിക്കുക. പക്ഷെ ഇവര് ചിന്തിക്കാത്തൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ ഇവരുടേതായ വണ്ടിപ്രാന്തന്മാരുടേതായ ഒരു കാറ്റഗറി വരുമ്പോഴത്തേക്ക് ഇവർ ഈ റൂൾസ് എല്ലാം ശക്തമാക്കുന്നുണ്ട്. മോഡിഫിക്കേഷൻ അലൗഡ് അല്ല അങ്ങനെയാണ്. പക്ഷെ ചോദിക്കുന്നതൊന്നും വിചാരിക്കരുത്. എന്നാൽ പോലും നമ്മളുടെ ഇപ്പൊ ഈ പറയുന്ന കേരള പോലീസിന്റെയും അതേപോലെ KSRTCയിലേക്ക് വെച്ച് നോക്കാന്നുണ്ടെങ്കിൽ പല വണ്ടി ഇന്നും ഇൻഷുറൻസും പൊല്യൂഷനും എന്തിനും ബുക്കും പേപ്പറിന്റെ വാലിഡേഷൻ കഴിഞ്ഞ വണ്ടി വരെ ഇന്ന് ഈ പൊതുമധ്യത്തിൽ ഓടുന്നുണ്ട്. അപ്പൊ ഈ നിയമം എല്ലാവർക്കും ബാധകമല്ലേ? അങ്ങനെ ചോദിച്ചാൽ എല്ലാവർക്കും ബാധകമാണ്. പക്ഷെ അത് പബ്ലിക് സർവൻസ് ആവുകൊണ്ട് അവരെ ആരും നോക്കുന്നില്ല, അവരെ വണ്ടി തടയുന്നില്ല. ഒരു പ്രൈവറ്റ് ട്രാൻസ്പോർട്ട് ആണെങ്കിൽ, ഇപ്പൊ പ്രൈവറ്റ് എന്നല്ല, ഇപ്പൊ ഓരോ ഇന്ത്യൻ പൗരന്റെയും ട്രാൻസ്പോർട്ട് ആണെങ്കിൽ പൊല്യൂഷൻ ഉണ്ടോ, ഇൻഷുറൻസ് ഉണ്ടോ, ഹെൽമെറ്റ് ഉണ്ടോ, സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ എന്ത് കുറ്റം ചാർത്താവോ അതൊക്കെ ചാർത്തും. അതിനൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോൾ ഈ പ്രളയ സമയത്തും ചൂരൽമല സമയത്തും ഉണ്ടായിരുന്നല്ലോ, ആ വണ്ടിക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടാവും, തീർച്ചയായിട്ടും സംഭവിച്ചിട്ടുണ്ടാവും. ആ സംഭവിച്ച കേടുപാടുകൾക്ക് വല്ലോ സഹായഹസ്തം ഇവിടെ നിന്ന് ഉണ്ടായോ? എന്റെ അറിവിൽ ഇതുവരെ ഇല്ല. അവർക്ക് എന്തിനാ ഇപ്പൊ ഏറെ പറയണം, നമ്മ ഇപ്പൊ 2018 എന്ന് പറഞ്ഞ മൂവി എടുത്ത് നോക്കുകയാണെങ്കിൽ പോലും അതിൽ പോലും നല്ലൊരു പങ്ക് വഹിച്ചേക്കണ ഇവരെ മാറ്റി നിർത്തിയേക്കണം നമുക്ക് കാണാൻ പറ്റും. തീർച്ചയായിട്ടും. കാരണം ഓരോരുത്തരും ഹീറോസ് ആണെന്ന് പറയുന്നിടത്ത് ഈ ഒരു സർട്ടൻ കാറ്റഗറി ആൾക്കാരാ
മാറ്റി നിർത്തിയേക്കാം, എങ്ങും പരാമർശിച്ചിട്ടുള്ള ഇല്ല. ഇല്ല. അതാണ് സത്യാവസ്ഥ. അതൊക്കെ എത്രത്തോളം കാര്യം ചോദിച്ചപ്പോ സ്ഥലപരിമിതിയോ സമയപരിമിതി മൂലമാണ് ആ ഒരു രംഗം നമ്മൾ കട്ട് ചെയ്തത് ഒഴിവാക്കിയെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മ ഈ പല ഭാഗത്തും ഭക്ഷണങ്ങളും എന്തിനാ ലേഡീസിന്റെ നാപ്കിൻ പോലുള്ള സാധനങ്ങൾ പോലും എത്തിക്കാൻ പറ്റാത്തടുത്ത് ആരാണ് ചെന്നേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു കുഞ്ഞു കൊച്ചുവരെയും പറയുന്ന ഒരു ഒറ്റ പേരുണ്ടാവും. അത് നമ്മളെല്ലാം വിഷ്വല് കണ്ടല്ലേ. കാരണം താഴത്തെ നിലയിൽ വെള്ളം കയറിയപ്പോൾ ആളുകൾ രണ്ടാമത്തെ നിലയിലേക്ക് അഭയം പ്രാപിച്ചു. ഈ രണ്ടാമത്തെ നിലയിലേക്ക് പകുതി കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർക്ക് പകുതി പേർക്ക് ഇറങ്ങാൻ പറ്റിയില്ല, പോലീസിന്റെ വണ്ടി പോകാൻ പറ്റിയില്ല, ഇതേപോലെ എഞ്ചിൻ ഓഫായി പോവുക എന്തൊക്കെയോ ചെയ്താൽ പറ്റിയില്ല, തകരാളായി പോയി. പക്ഷെ ആ സമയത്ത് അവർക്ക് വേണ്ട ഫുഡ് എത്തിച്ചു കൊടുക്കാനും അവരെ അവിടെ നിന്ന് താഴേക്ക് ഇറക്കി സേഫ് ആക്കാനും ഒക്കെ കണ്ടത് നമ്മൾ കണ്ടതാണ്. അപ്പൊ കണ്ടു കഴിഞ്ഞ പാലം കടക്കുക നാരായണ പാലം കടന്നു കഴിഞ്ഞാൽ ആ ഒരു അവസ്ഥയാണ് ശരിക്കും ഇവർക്ക് സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ ഇപ്പൊ ഒരു പ്രളയം ഉണ്ടായല്ലോ, ആ ഒരു സമയത്ത് ഇവരെ വിളിക്കാത്തത് കണ്ടോണോ അതോ ഇനി ഇവരെ അവഗണിക്കുകയാണോ? ഞാൻ അറിഞ്ഞിടത്തോളം വെച്ചിട്ട് അവർക്ക് ഇപ്പോഴും ഒരു കോള് ചെന്നിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇല്ല, അവരിപ്പോഴും ഒരു വിളിപാടകലെ ഇതിനു വേണ്ടി വെയിറ്റിംഗ് ആണ്. ജനങ്ങൾക്ക് എന്ത് ആവശ്യം വന്നാലും എന്ത് റെസ്ക്യൂവിന് വേണ്ടിയിട്ടാണെങ്കിൽ ഒരു കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് ശരവേഗത്തിൽ എത്തിയിരിക്കുന്നതായിട്ട് യാതൊരുവിധ സംശയവും നമുക്ക് വേണ്ട. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അധികാരത്തിൽ കയറിയത് തന്നെ മോഡിഫിക്കേഷൻ ഒരു കാര്യം പറഞ്ഞിട്ടാണല്ലോ. ഇപ്പൊ നമ്മുടെ പൂക്കി മുഖ്യമന്ത്രി എന്നുള്ളൊരു പേര് കിട്ടിയത് തന്നെ മോഡിഫിക്കേഷൻ സ്റ്റാർ എന്ന് പറഞ്ഞപ്പോ ഒരു എക്സ്പ്രഷൻ ഇട്ട് കൊടുത്തുകൊണ്ടാണ് പൂക്കി എന്ന് പറഞ്ഞത് കിട്ടിയത്. ആ പൂക്കി മുഖ്യമന്ത്രി ഈ അധികാരത്തിൽ കയറി കഴിഞ്ഞപ്പോൾ ഇവരോട് നീതി പാലിച്ചിട്ടുണ്ടോ? നമ്മള് ഫ്രാങ്ക്ലി ഓപ്പൺ ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇല്ല. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി പറഞ്ഞ പല മോഡിഫിക്കേഷൻസും, അതായത് നമ്മളെ ഈ വണ്ടിപ്രാന്തന്മാര് അവരോട് ചോദിച്ച ഒറ്റ കാര്യമുള്ളൂ, നമ്മളെ ബഹുമാന്യ മുഖ്യമന്ത്രിയോട് ചോദിച്ച ഒറ്റ കാര്യമുള്ളൂ, മോഡിഫിക്കേഷൻ അലൗഡ് അല്ലേ സാറേ? അന്നേരം അദ്ദേഹം ആദ്യം പറഞ്ഞതും എക്സ്പ്രഷന് മുമ്പ് ആള് പറഞ്ഞായിരുന്നു നമുക്ക് എല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായി മാധ്യമത്തിൽ. അതെ, അതിനാണല്ലോ ഞാൻ വന്നേക്കുന്നത് എന്നാണ് ആള് ചോദിച്ചത്. ശേഷം ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂല് പുള്ളി മറ്റേ എക്സ്പ്രഷൻ ഇട്ട് കൊടുക്കുകയും ചെയ്തു. അതെ, അത് അവിടെ തൊട്ട് പുള്ളിക്ക് പൂക്കി എന്നുള്ള പേര്. പക്ഷെ എന്നിരുന്നാൽ പോലും പുള്ളി കൊണ്ടുവന്നേക്കുന്ന നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നപ്പോ നമ്മൾ നോക്കിയപ്പോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കീച്ചെയിൻ ഇടാൻ കുഴപ്പമില്ല, സ്റ്റിക്കർ ഒട്ടിക്കാൻ കുഴപ്പമില്ല, സൺഫിലിം നിങ്ങൾക്ക് 70% ഒട്ടിക്കുക കുഴപ്പമില്ല. ഇതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി പറയാതെ തന്നെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. കീച്ചെയിൻ ഇട്ടേനൊന്നും ഇന്ന് വരെ ഒരാളെയും തൂക്കി കൊന്നിട്ടില്ല, ഫൈൻ അടച്ചിട്ടില്ല. ഇതൊക്കെ ആലോചിച്ച് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ പുള്ളിനെ കയറ്റിവേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവിടെയും തേച്ചു, നല്ല രീതിക്ക് തേച്ചു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ അറിയാം, പുള്ളിക്കാരൻ എന്തായാലും ജനങ്ങളുടെ വോട്ടും നമുക്ക് തന്നെ അറിയാം. കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ജനങ്ങളുടെ വോട്ടുകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റെത്രത്തോളം വോട്ടുകൾ പുള്ളിക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അത് വണ്ടിപ്രാന്തന്മാർ തന്നെ ഇരിക്കുള്ളൂ. അതിൽ യാതൊരു സംശയങ്ങളും ഇല്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ വാക്ക് വിശ്വസിച്ച് ഇതിലെങ്കിലും നമുക്കൊരു പരിഗണന കിട്ടുമല്ലോ എന്നോർത്ത് വോട്ട് ചെയ്തേക്കുന്ന വണ്ടിപ്രാന്തന്മാര് പലവരും തേഞ്ഞൊട്ടി എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇതുവരെ അതിലൊരു വ്യത്യാസവും വന്നിട്ടില്ല. ഇപ്പോഴും എനിക്ക് തോന്നുന്നു MVDയുടെ പിടുത്തം ഇപ്പോഴും കർശനമായ പിടുത്തം തന്നെയാണ് ഇപ്പോഴും പിടിക്കുന്നത്. ഇല്ല, യാതൊരു ഇതായോ അവിടെ സംഭവിച്ചിട്ടില്ല. അത് ഈ ഒരു സിറ്റുവേഷൻ ഇപ്പോഴും നമുക്കറിയാം, കേരളത്തിൽ പല ഭാഗത്തും ഈ പ്രളയം വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്, പല ഭാഗത്തും വന്നിട്ടുണ്ട് നമുക്കറിയാവുന്ന. അപ്പൊ ആ ഭാഗത്തും ഇനിയിപ്പോ ചെല്ലണ്ടി വന്ന അപ്പോഴും ഫൈനാണെന്ന് പറഞ്ഞ ഒരാളും ബാക്കൗട്ട് ഇറങ്ങാൻ പോകുന്നില്ല. എന്താണെങ്കിലും അവര് മുന്നോട്ട് വരിക തന്നെ ചെയ്യും.